പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ പുനഃപരിശോധനയില്ലെന്ന് എം.വി. ഗോവിന്ദൻ. തീരുമാനം പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഏകകണ്ഠമായി അംഗീകരിച്ചതാണ്. പാർട്ടി യോഗങ്ങളിലെ വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഞങ്ങളെയല്ലാതെ മറ്റാരെ വിമർശിക്കാൻ എന്ന് ആയിരുന്നു മറുപടി. എന്തായാലും എം.വി. ഗോവിന്ദന്റെ വിശദീകരണമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റണമെന്ന തരത്തിലൊക്കെ വലിയ വിമർശനങ്ങൾ പല ജില്ലാ കമ്മിറ്റികളും ജില്ലാ ഘടകങ്ങൾ സെക്രട്ടേറിയറ്റിൽ അടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ ജില്ലകളിൽ ഈ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും വിമർശനവും സ്വയം വിമർശനവും ഒക്കെ അംഗീകരിച്ച പാർട്ടിയാണ്. അതിനുവേണ്ടിയാണ് കമ്മിറ്റി കൂടുന്നത് എന്ന് എല്ലാ കാലത്തും CPM നേതാക്കൾ പറയുന്നതാണ്. ഞങ്ങളെ അല്ലാതെ ആരെ വിമർശിക്കാൻ എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി. രുചിച്ച വളരെ പ്രത്യേകതയുണ്ട് ഇന്നത്തെ ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ വിശദീകരണത്തിന്. കാരണം കേന്ദ്ര കമ്മിറ്റി നാളെ തുടങ്ങാനിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി മുമ്പുള്ള ഫ്രാക്ഷൻ കമ്മിറ്റിയാണ് അത് പാർട്ടി സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്നുള്ള ഫ്രാക്ഷൻ യോഗത്തിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം വ്യക്തമാക്കിയത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റും അതേപോലെ തന്നെ സംസ്ഥാന സമിതിയും ഏകകണ്ഠമായി അംഗീകരിച്ച ഒരു കാര്യമാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം. ഇനി ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ അതൊരു മാറ്റിച്ചിന്തയിലോ ഏതൊരു ചർച്ചയിലും അത് ബാധകമല്ല, പുനരാലോചന ഇല്ല എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചകളൊക്കെ പാർട്ടിയെ ശക്തിപ്പെടാനുള്ള ചർച്ചകളാണ്, അല്ലാതെ പിണറായി വിജയനെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ചർച്ചകളല്ല എന്നതാണ് വ്യക്തമായി തന്നെ ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, ഈ തനിക്കെതിരെ അല്ലെ തങ്ങൾക്കെതിരെ അല്ലാണ്ട് വേറെ ആർക്കെതിരെയാണ് വിമർശനം വേണ്ടത് എന്ന് അദ്ദേഹം കടത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം പാർട്ടി അണികൾ വിമർശിക്കേണ്ടത് തങ്ങളെയാണ്, തങ്ങളുടെ ശൈലിയൊക്കെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് അവർ തുറന്നു പറയണം. നേരത്തെ പറച്ചിലുണ്ടായിട്ടുണ്ട്, പക്ഷേങ്കിൽ തുറന്നു പറച്ചിൽ അത് ഇപ്പോഴാണ് നടക്കുന്നത്. ആഴത്തിലും ഗൗരവത്തിലുള്ള തുറന്നു പറച്ചിലാണ് പാർട്ടി കമ്മിറ്റികൾ നടത്തുന്നത്. അത് തങ്ങളെ അല്ലാണ്ട് വേറെ ആരാണ് വിമർശിക്കേണ്ടത് എന്ന മറുചോദ്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിച്ചത്. ഏതായാലും CPM-ൽ കാര്യങ്ങൾ തുറന്നു തന്നെ, അല്ലെങ്കിൽ മാധ്യമ വാർത്തകളിൽ വരുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മാഷയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം തന്നെ മാധ്യമ വാർത്തകളെ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നുണ്ട്. പല മാധ്യമ വാർത്തകളും അത് തെറ്റാണ് എന്നും ഇതിൻ്റെ കൂടി ചേർക്കുന്നുണ്ട്. ഏതായാലും തനിക്കെതിരെ തങ്ങളെ വിമർശിക്കാനാണ് പാർട്ടി യോഗം കൂടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി യോഗം കൂടുന്നത്, അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി യോഗം കൂടുന്നത്, സെക്രട്ടേറിയറ്റ് കൂടുന്നത് എന്ന് അദ്ദേഹം കടത്തി പറയുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് വരുന്ന മാധ്യമ വാർത്തകളെ അദ്ദേഹം തള്ളുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യത്തുറപ്പാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ ഇനിയൊരു പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഇനിയൊരു ചർച്ച ഉണ്ടാവില്ല, അല്ലെ അത് മാറണമെന്നൊരു ചർച്ചയുണ്ടാവില്ല. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു, അതിൽ മറിച്ചൊരു ചിന്ത ഇല്ല, അല്ലെ പുനരാലോചന ഇല്ല എന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. അത് വ്യക്തമായ, അല്ലെങ്കിൽ അത് മണികൾക്കുമുള്ള ഒരു നിർദ്ദേശമാണ്. പിണറായി വിജയൻ്റെ നിങ്ങൾ വിമർശിച്ചോളൂ, അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിനെയല്ല വിമർശിക്കേണ്ടത്, നേരത്തെയുള്ള മുൻ മുഖ്യമന്ത്രിയുടെ നടപടിക്രമങ്ങളെയാണ് എന്നതാണ് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയത്. രുജീഷ്.